അവർക്ക് സ്വാഗതം പറയേണ്ടതാണ്. അധികം ദീപിക്കാനൊന്നും ഞങ്ങൾക്കില്ല. നമ്മുടെ നാട്ടിലെ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളെ വാർഡിനെ കുറച്ച് വെള്ളത്തിന്റെയും റോഡിന്റെയും കുറച്ച് പ്രശ്നമുണ്ട്. അതിനെല്ലാം നമ്മളെ സഹായിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പഞ്ചായത്തിൽ എന്താവശ്യത്തിന് പോയാലും ഓടി നിർത്തി നമ്മളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണായ വിദ്യ, ആരോഗ്യ ശുചീകരണ രംഗത്തെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണായ ജാനകി, കായിക സാംസ്കാരിക രംഗത്തെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണായ വിനീത, പിന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ KC തമ്പാനേട്ടൻ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളെ, ആശാവർക്കന്മാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും നമ്മുടെ വാർഡിലെ മെമ്പർക്ക്, പിന്നെ വാർഡ് തലത്തിലെ വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രവർത്തകരെ, ഏറ്റവും പ്രധാനമായി വിരമിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ പഞ്ചായത്ത് സമിതി അധികാരമേറ്റതിന് ശേഷം നാളിതുവരെ നടത്തി വന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും വിട്ടുപോകാതെ കേൾക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ താമസമയം നിങ്ങൾ ഉന്നയിച്ച കുറച്ച് പ്രശ്നങ്ങൾ, മാലിന്യ ശേഖരണത്തിനൊക്കെ ക്രമക്കേടുണ്ടായിരുന്നു, ശുദ്ധജല ലഭ്യത കുറവ്, റോഡിന്റെ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം പരമാവധി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അവ പാതി വഴി ഉപേക്ഷിക്കണമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അധികം വൈകിക്കാലം നമുക്ക് 2024-25 വർഷത്തെ റിപ്പോർട്ട് അവതരണത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സണാണ്. എൻ്റെ പേര് വിദ്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ താമസത്തിൽ ചർച്ച ചെയ്ത പ്രകാരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഉള്ളടക്കാണ് ഞാൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ ആകെ 18 വിദ്യാലയങ്ങളാണുള്ളത്. 5 ഗവൺമെന്റ്, 6 എയ്ഡഡ്, പിന്നെ 7 അൺഎയ്ഡഡ് സ്കൂളുകൾ. അപ്പോൾ അതിനകത്ത് 6 വിദ്യാലയങ്ങൾ, അതായത് 4 ഗവൺമെന്റും 2 എയ്ഡഡും, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് ആക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലൊന്നാണ് നമ്മുടെ ഈ 8ാം വാർഡിലെ മേലേക്കാവ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. പിന്നീട് സ്കൂളുകളിലെ കുട്ടികളുടെ ടാങ്ക് ശുദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബെഞ്ച്, ഡെസ്ക് ഇതൊക്കെ കുറവുള്ള സാഹചര്യത്തിൽ നമ്മൾ പുതിയ ഫർണിച്ചർ വാങ്ങാനുള്ള നിർദ്ദേശം ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്കോളർഷിപ്പിനുള്ള നടപടികൾ ഇത്തവണ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിൽ അംഗനവാടിയിൽ ഉച്ചഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ താമസത്തിൽ ചർച്ച ചെയ്ത പോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ഫണ്ടിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ കാര്യത്തിൽ പറയാനില്ല, നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, സജീവമായുള്ള ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്തട്ടെ. നന്ദി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, പഞ്ചായത്ത് അംഗങ്ങളെ, പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഗ്രാമസഭയിലെ ചർച്ചകൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ കഴിഞ്ഞ ഗ്രാമസഭയിലെ നിർദ്ദേശപ്രകാരം 8ാം വാർഡിലെ ഓർഡർ വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വൃത്തിയാക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട്. പബ്ലിക് ടോയ്ലറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ജലശുദ്ധീകരണ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൃത്യസമയം ആശാവർക്കർമാർ എത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്തിന് രോഗങ്ങൾക്കെതിരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുകിണറുകൾ അടപ്പിന്റെ നിർമ്മിതി പൂർത്തിയാക്കി. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഗ്രാമസഭയിൽ ചർച്ച ചെയ്തിട്ട് ഇതിലൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. KC അമ്മായി സെക്രട്ടറി, പഞ്ചായത്ത് അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഗ്രാമസഭയിലെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ്. സംവിധാനങ്ങളുടെ ആവശ്യമായ വികസനം നടത്തി അതിൽ 2 രീതികളുമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് വൃക്ഷത്തൈ നടത്തി. നമ്മുടെ പഞ്ചായത്തിൽ പ്രധാന പേരും 4 ചെറുപ്പങ്ങളും ജലനിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ രീതിയിലുള്ള വനഭൂമിയിലെ മരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി. തൊഴിലുറപ്പ് പദ്ധതികളുടെ സഹായത്തോടൊപ്പം ജലാശയങ്ങളുടെ വൃത്തിയാക്കൽ സ്ഥിരമായി നടത്തുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ കാര്യക്ഷമമായ പ്രവർത്തനം പഞ്ചായത്ത് ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്തിന് ആവശ്യമായ ഭൂമിയുടെ ഉറപ്പുവരുത്താനായി മഴക്കുഴികളുടെ ആവശ്യത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തി. ഇതൊക്കെയാണ് അടുത്ത തീരുമാനങ്ങൾ അടുത്ത ചർച്ച ചെയ്ത് തീരുമാനിക്കാറുണ്ട്. കിട്ടിക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തന റിപ്പോർട്ട് എല്ലാവരും കൈയടികളോടെ അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിങ്ങനെ ഒച്ചപ്പാടാക്കല്ലോ, നമുക്ക് ചർച്ചകളിലേക്കെല്ലാം പോണ്ടേ? പ്രൈമറി സ്കൂളിലെ പ്രധാന പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ടി.പി. ബിനീഷാണ്. 2020 ഇതേ ഗ്രാമസഭയിൽ നൽകി അംഗത്തുള്ള കുട്ടികളെ പറ്റുന്ന യാഥാർത്ഥ്യത്തെ പറ്റി ഞാൻ പറയുന്നത്. നിങ്ങളെ നാലിലേക്ക് ചെറിയ കുട്ടികൾ രാവിലെ വെച്ചിട്ട് വലിയ വേദനയ്ക്ക് 2-3 കിലോമീറ്റർ നടത്തുന്നത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.